أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ 19ാമത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമസ്കാരത്തിൻ്റെ അവസാനത്തെ ഭാഗമായ തശഹ്ഹുദിലെ പ്രാർത്ഥനയെ കുറിച്ചാണ്. അതിനുമുമ്പ് സുജൂദിൽ നമ്മളൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, സുബ്ഹാന റബ്ബിൽ അഅല. അതിൻ്റെ ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതിലത്തെ ഒന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വബിക അസ്ലംതു സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബശറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുമ്മ ലക സജദ്തു, അല്ലാഹുവേ നിനക്ക് ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. അല്ലാഹുമ്മ ലക, നിനക്ക്. സജദ്തു എന്ന് പറഞ്ഞാൽ ഞാൻ സുജൂദ് ചെയ്തു. ആ മാളിയിലെ 13ാമത്തെ രൂപമാണ്. ഏതൊരു ഫെയില് കിട്ടിയാലും അതിൻ്റെ മാളിയിലും മുളാരിയിലും സർഫ് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് ആവുന്നത് വരെ ഒന്ന് സർഫ് ചെയ്ത് നോക്കണം. സജദ സജദ സജദു, സജദത്ത് സജദത്ത സജദ്ന, സജത്ത സജത്തുമ സജത്തും, സജത്തി സജത്തുമ സജത്തുന്ന, സജത്തു. ആ 13ാമത്തെ രൂപമാണ് സജത്തു. പിന്നെ സജദ്ന, അങ്ങനെ 14 രൂപം. അതുപോലെ മുളാരിയിലും ഒന്ന് സർഫ് ചെയ്ത് നോക്കുക, ഏതൊരു പദം കിട്ടിയാലും. ഇതൊക്കെ നമ്മൾ പരിചയമുള്ള പദങ്ങളാണ്. അപ്പോൾ അല്ലാഹുമ്മ ലക സജദ്തു, അല്ലാഹുവേ നിനക്ക് ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. വബിക ആമൻതു, വബിക എന്ന് പറഞ്ഞാൽ ക എന്ന് പറഞ്ഞാൽ ലമീർ അള്ളാഹുവിനോടാണ്. വബിക, നിന്നിൽ ഞാൻ വിശ്വസിച്ചു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. വലക അസ്ലംതു, നിന്നോട് ഞാൻ നിന്നെ ഞാൻ അനുസരിച്ചിരിക്കുന്നു. നിന്നെ അനുസരിച്ചുകൊണ്ട്, നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന് സുജൂദ് ചെയ്തിരിക്കുന്നു. സജദ വജിയ ലില്ലദി, സജദ വജിഹിയ, എൻ്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു. ലില്ലദി, ഒരുത്തനിലേക്ക്. ഖലഖഹു വസവ്വറഹു, ഖലഖഹു അതിനെ സൃഷ്ടിക്കുകയും വസവ്വറഹു അതിന് രൂപം നൽകുകയും ചെയ്ത ഒരുത്തനെ എൻ്റെ മുഖം ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു. വശക്ക സംഅഹു വബശറഹു, ശക്ക എന്ന് കീറുക എന്നാണ്. സംഅഹു വബശറഹു, സം എന്ന് പറഞ്ഞാൽ കേൾവി, ബശർ എന്ന് പറഞ്ഞാൽ കാഴ്ച. അപ്പോൾ കണ്ണിൻ്റെ 2 ഇമകൾ കീറി എന്നതിനാണ് ഇത് പ്രയോഗിക്കുന്നത്. അത് കീറിയിട്ടില്ലെങ്കിൽ, ഒട്ടിപ്പിടിച്ച നിലയിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതിനെ കാഴ്ച ശരിയാക്കി തന്നവനിലേക്ക് ഞാനിത് സുജൂദ് ചെയ്തിരിക്കുന്നു. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നന്നായി സൃഷ്ടിച്ചവൻ അനുഗ്രഹപൂർണ്ണനാകുന്നു. അതാണ് ആ പ്രാർത്ഥനയുടെ ആശയം. അപ്പോൾ ഇതിൽ വന്ന സജദ, ആമന, അസ്ലമ, ഖലക, സവ്വറ, ഇതൊക്കെ നമുക്ക് എല്ലാ ഈ പദത്തിൻ്റെ ഒക്കെ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. സജദ സുജൂദ് ചെയ്തു എന്നാണ്, ആമനത്ത് എന്നാണ് വിശ്വസിച്ചു എന്നാണ്, അസ്ലമത്ത് എന്നാണ് അനുസരിച്ചു എന്നാണ്, ഖലഖഹു എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്, സവ്വറഹു രൂപം നൽകി. അതുമാതിരി സം എന്ന് പറഞ്ഞാൽ കേൾവി ഇസ്മാണത്, ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച ഇസ്മാണ്. അങ്ങനെ ഈ ഫീലിനൊക്കെ 14 രൂപത്തിൽ മാദിയിലും 14 രൂപത്തിൽ മുളാരിയിലും നമുക്ക് സർഫ് ചെയ്യാനുള്ള എല്ലാ രൂപങ്ങളും ഫോർമുലകളും ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീൽ അംർ 6 രൂപം, ഒരു ഫീൽ കിട്ടിയതിന് ഫായിലാക്കുന്ന 6 രൂപം, ഇതിൻ്റെ എല്ലാ ഫോർമുലകളും നമുക്ക് പഠിച്ചിട്ടുണ്ട്. അത് കിട്ടിയ സ്ഥലത്ത് വെച്ചിട്ട് അതിനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞ് ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ എടുത്തിട്ട് ഇതൊന്ന് നോക്കുക. നമ്മൾ പഠിച്ച പദങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വരുന്നുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ തശഹ്ഹുദിലേക്ക് കിടക്കാം. അത്തഹിയ്യാത്തു വൽ മുബാറക്കാത്തു അസ്സലവാത്തു തയ്യിബാത്തു ലില്ലാ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അതാണ് തശഹ്ഹുദ്. അത്തഹിയ്യാത്തു, എല്ലാ അഭിവാദ്യങ്ങളും, അൽ മുബാറക്കാത്തു അനുഗ്രഹീത കാര്യങ്ങളും, അസ്സലവാത്തു പ്രാർത്ഥനകളും, അത്തയ്യിബാത്തു പരിശുദ്ധ കർമ്മങ്ങളും, ലില്ലാഹി അള്ളാഹുവിനാവുന്നു. പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിയെ
താങ്കളുടെ മേൽ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും സമാധാനവും അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകട്ടെ. വബറക്കത്തുഹു, അവൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈന, രക്ഷയും സമാധാനവും ഞങ്ങളുടെ പേരിലും ഉണ്ടാകട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിൻ്റെ സദ്വൃത്തരായ ദാസന്മാർക്കും അള്ളാഹുവിൻ്റെ സമാധാനവും രക്ഷയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഷഹാദത്ത് കൽമയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ എന്ന്, ലാ ഇലാഹ ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹു അള്ളാഹു ഒഴികെ ഒരു ഇലാഹും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഷഹാദത്ത് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനും ദാസനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. പിന്നെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരുള്ള സ്വലാത്താണ് ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പറഞ്ഞത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിൻ കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. വഅലാ ആലി മുഹമ്മദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ പേരിൽ നീ കരുണ വർഷിക്കണമേ. കമാ സ്വല്ലൈത, നീ കരുണ ചെയ്തതുപോലെ, അലാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ കരുണ ചെയ്തതുപോലെ, അലാ ആലി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും കരുണ ചെയ്തതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ കരുണ ചെയ്യണമേ. ഇന്നക ഹമീദും മജീദ്, നിശ്ചയമായും നീ മഹത്വമുടയവനും സ്തുത്യർഹനുമാകുന്നു. അതിൻ്റെ ബാക്കി അല്ലാഹു ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, അള്ളാഹുവെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ അനുഗ്രഹം നൽകണമേ. വഅലാ ആലി മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ മേലും നീ അനുഗ്രഹം ചൊരിയണമേ. കമാ ബറക്ത, നീ അനുഗ്രഹം ചെയ്ത പോലെ, അലാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ അനുഗ്രഹം ചെയ്ത പോലെ, വഅലാ ആലി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ചെയ്ത പോലെ, അനുഗ്രഹം ചെയ്ത പോലെ. ഇന്നക ഹമീദും മജീദ്, നിശ്ചയമായും നീ സ്തുത്യർഹനും മഹത്വമുടയവനുമാകുന്നു. പിന്നെ അതിൻ്റെ ശേഷം പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹുവെ ഒഫിർലി. ഒഫിർ ഏത് രൂപമാണിത്? ഗഫിർ ഫഅല യഫ്അലു ഇഫ്അൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇഫ്അൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിൽ അംർ. അള്ളാഹുവിനോടാകുമ്പോൾ അള്ളാഹുവിനോട് യാചിക്കുക അല്ലെങ്കിൽ ചോദിക്കുക എന്നൊക്കെ പറയാം. അല്ലാണ്ട് അവിടെ കൽപ്പന എന്ന് പറയില്ല. അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹുവെ എനിക്കിത് പുറത്തു തരണമേ. കദ്ദമ തന്നെ മുന്തിച്ച് ചെയ്തത്, മുൻകൂട്ടി ചെയ്തത്. കദ്ദംതു ഒമാ അഖർതു, പിന്തിച്ചതും. ഒമാ അസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്തതും. ഒമാ അലൻതു, ഞാൻ പരസ്യമായി ചെയ്തതും. ഒമാ അസ്റഫ്തു, ഞാൻ അതിരു കവിഞ്ഞ് ചെയ്തതും എനിക്കനി പുറത്തു തരണമേ. ഒമാ അൻത അലമു ബിഹി മിന്നി, ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ കുറൊക്കെ മറന്നു പോയിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ, തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ നിൻ്റെ പേരിൽ റെക്കോർഡിൽ അതുണ്ടല്ലോ. അതെല്ലാം എനിക്കിനി ഒമാ അൻത അലമു ബിഹി മിന്നി, എന്നെക്കാട്ടും കൂടുതൽ നിനക്കറിയുന്ന ആ തെറ്റുകളെല്ലാം എനിക്കിനി പുറത്തു തരണം. ഇന്നക അന്തൽ മുഖദ്ദിമു അന്തൽ മുഅഖിറു, നിശ്ചയമായും നീയാണ് മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും. ഇന്നക അന്തൽ മുഖദ്ദിമു അന്തൽ മുഅഖിറു, നീയാണ് മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല. ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ല അൻത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. പിന്നെയും പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു. ബിക, നിന്നെ കൊണ്ട് ഞാൻ അല്ലെങ്കിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു. പിന്നെ അദാബിൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ ഖബറിലെ പരീക്ഷണങ്ങളിൽ നിന്ന്. ഒമിൻ അദാബിൽ ജഹന്നം, അല്ലെങ്കിൽ ചില പ്രാർത്ഥനയിൽ അദാബിൻ നാർ എന്ന് കാണിക്കുന്നത്, രണ്ടായാലും നരകമാണ്. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ നമ്മളോട്
ഓർക്കണം, ഖബറിനെ കുറിച്ചും നരകത്തിനെ പറ്റി അവിടെ ഓർക്കണം. അല്ലാഹുവിൻ്റെ ഔദുബിക്ക മിൻ അദാബിൽ ഖബരി, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന്, ഒമിൻ അദാബിൽ ജഹന്നം, നരക ശിക്ഷയിൽ നിന്നും. ആ നരകത്തിൻ്റെ ഭയാനകതൊക്കെ നമ്മൾ മനസ്സിലുണ്ട് വരിക. ഖബറിലെ വിഷമങ്ങളും ഒക്കെ നമ്മൾ ഒറ്റക്ക് കിടക്കേണ്ടി വരില്ലേ, അതൊക്കെ നമ്മൾ ഇത് അവിടെ ഉണ്ടാവുന്ന പരീക്ഷണങ്ങളോ എല്ലാം എന്നിൽ നിന്ന് കാവൽ, ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം എനിക്ക് കാവൽ കിട്ടണം. അതിന് വേണ്ടിയാണ് ഞാൻ അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അവൻ ഫിത്തരത്തിൽ മഹിയ വൽ മാത്തി, ജീവിതത്തിലും മരണത്തിലെയും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവെ കാവൽ നൽകണമേ. അവൻ ഫിത്തനത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവെ എനിക്ക് കാവൽ നൽകണമേ. അതുപോലെ തന്നെ മറ്റൊരു ചെറിയ പ്രാർത്ഥനയാണ്, ഇത് ഏതെങ്കിലും ഒന്ന് ചെല്ലിയാൽ മതി. ഈ അവസാനത്തെ പ്രാർത്ഥനയിൽ അള്ളാഹുമിന്നിയാവൂദ് പുനതാബിൽ കബരി പുനതാബിൻ നാരി എന്നുള്ള തുറന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ അള്ളാഹുമിന്നി ലലം തു നഫ്സി ദുൽമൻ കസീറ, അള്ളാഹുവെ ഇന്നി ലലം തു, ഞാൻ ഒരുപാട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്, നഫ്സി എന്നോട് തന്നെ, ദുൽമൻ കസീറ ധാരാളം അക്രമം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ, ഈ പാവങ്ങളെല്ലാം പൊറുക്കുകയില്ല, എന്താ നീയല്ലാതെ പൊറുക്കാനൊരാളില്ല, ഇതൊക്കെ പുറത്ത് കിട്ടുന്നത് നിന്നിൽ നിന്നാണ്, മറ്റൊരാളിൽ നിന്നല്ല. ഫഗ്ഫിർലി, അതുകൊണ്ട് എനിക്കിനി പുറത്തു തരണമേ. മഗ്ഫിറത്തൻ മിൻ ഇന്ദിക, നിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനവും എനിക്ക് നൽകണമേ. മഗ്ഫിറത്തൻ മിൻ ഇന്ദിക, നിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനവും നൽകണമേ. വർഹംനി, എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ഇന്നക അന്തൽ ഗഫൂറുർ റഹീം, നീയാവുന്നു, നിശ്ചയമായും നീയാണ് പാവങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയും. അതിന് ശേഷം നമുക്ക് സലാം വീട്ടിയിട്ട് നിസ്കാരത്തിൽ നിന്ന് പിരിയാവുന്നതാണ്. നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഒരു ഫെയില് കിട്ടിയാൽ 14 രൂപത്തിൽ മാളിയിലും 14 രൂപത്തിൽ മുളാരിയിലും സർഫ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീൽ അംറിലെ 6 രൂപങ്ങൾ, 6 തരം അർത്ഥങ്ങൾ. പിന്നെ ഒരു ഫെയില് കിട്ടിയാൽ അത് ഫായിലുണ്ടാക്കാൻ, ആ ഫായിലുണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെയും 6 രൂപങ്ങൾ ഒക്കെ പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഫോർമുലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം, എന്നെങ്കിലാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുറാനിൽ നിന്ന് എടുത്തിട്ട് ഓതി നോക്കുക. എന്തെങ്കിലും നമ്മൾ പഠിച്ച പദങ്ങൾ വരുന്നുണ്ടോ, അത് വന്നാൽ ഒരു ഫെയിലൊക്കെ കിട്ടിയാൽ അതിൻ്റെ 14 രൂപ എങ്ങനെയാണ്, മാളയിലും 14 രൂപ എങ്ങനെയാണ്, മുളാരിയിൽ 14 രൂപ എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഈ ക്ലാസ് ഇപ്പം നമസ്കാരത്തിൻ്റെ കാര്യങ്ങൾ അതാണ് പ്രധാനമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇനി 20ാമത്തെ ക്ലാസ് മുതൽ ആഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. അത് ശനിയാഴ്ച വൈകിട്ട് മഗ്‌രിബിൻ്റെ ശേഷമാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി വാട്സപ്പിൽ വീഡിയോ അയക്കില്ല. ഇനി 20ാമത്തെ ക്ലാസ് മുതൽ യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അതല്ലെങ്കിൽ ലിസാനുൽ ഖുർആൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് 20ാമത്തെ ക്ലാസ് മുതൽ അതിൽ കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയായാലും അതിൽ നമുക്കിനി ഫോക്കസ് ചെയ്യാനുള്ളത് ഖുർആനിലെയും അതുമാതിരി ഹദീസിലെയും ചെറിയ ചെറിയ ആയത്തുകളും ചെറിയ ഹദീസുകളുമാണ് ഇനി നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ആയത്തുകൾ വിശകലനം ചെയ്യുമ്പോൾ അതിൽ പുതിയതായിട്ട് വല്ല നിയമങ്ങളും വരുമ്പോൾ അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് അത് പഠിക്കാം. അപ്പോൾ ലിസാനുൽ ഖുർആൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് ക്ലാസ് കേൾക്കാം. താല്പര്യമുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ അത് കേൾക്കുക. ഖുർആനിൻ്റെ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പഠിച്ച കാര്യങ്ങൾ ഇനി പഠിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ പഠിച്ച കാര്യങ്ങൾ മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൂ. അപ്പോഴേക്ക് മനസ്സിലാവും. ആയത്തുകളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപാട് അത് നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമ്മളെ മനസ്സിനൊരു ആനന്ദം ഉണ്ടാവും, ഒരു മാധുര്യം കിട്ടും. ഒരു ഖുർആൻ ആയത്തൊക്കെ ഓതുമ്പോൾ എത്ര കേട്ടാലും ആരെങ്കിലും പറഞ്ഞാലും ഈ ഒരു ആസ്വാദനം കിട്ടില്ല. സ്വന്തമായിട്ട് കേട്ടിട്ട് അതിൻ്റെ ആശയം ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന മാധുര്യം എത്ര തഫ്സീർ വായിച്ചാലും കേട്ടാലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ
അതിനെ ആസ്വദിച്ച് പാരായണം ചെയ്യാനും കേൾക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ എളുപ്പമായി നമുക്ക് ഇൻഷാ അല്ലാഹ് അത് പഠിക്കാൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ളത് വെറുതെ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. താല്പര്യമുള്ളവർ ഈ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ഓരോ ക്ലാസ്സും ആഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ. വളരെ ചെറിയൊരായത്താണ് നമ്മൾ വിശകലനം ചെയ്യുക. അതിൽ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹു എല്ലാവരും ഉത്സാഹത്തോടു കൂടി അതിന് തയ്യാറാവണം എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കുള്ള എളുപ്പമാക്കി തരട്ടെ. പഠിക്കാനുള്ള സൗകര്യങ്ങൾ തന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.